ഹായ് ഹലോ വെൽക്കം ടു കിയാൻ മമ്മ. ഹവ് യു ഓൾ? ഞാനും ഫാമിലിയും അൽഹംദുലില്ലാ അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഈസി പീസി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 15 മിനിറ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്നുള്ള റെസിപ്പിയാണ്. അപ്പം മെയിനായിട്ട് നമ്മൾ കുക്കിംഗ് പോട്ട് വെക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതിലേക്ക് 2 മീഡിയം സൈസ് ആയിട്ടുള്ള വലിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഉള്ളിയുടെ ഒപ്പം തന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഉള്ളിയും നന്നായി സോട്ട് ചെയ്തെടുക്കാം. വലിയ ഉള്ളി നന്നായി സോട്ടായി വരുമ്പം അതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും മുളകും വലിയുള്ളിയും നന്നായി സോട്ടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റാം. അതിൻ്റെ പച്ചമണം പോകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഇട്ട് നന്നായി ഇളക്കാം. മസാലയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഗ്രേവി വേണ്ടതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഓൾറെഡി ചിക്കനിൽ കുറച്ച് വെള്ളം ഊരി താണേ വരും. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് വേണ്ടാത്തതുകൊണ്ട് കറി ആയിട്ട് വേണ്ടതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറവില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇടയിൽ മസാല ഇടുമ്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം ഉള്ളിയിലിട്ട ഉപ്പാണ്, അതുകൊണ്ടാണ് ഉപ്പ് കുറവുണ്ടായത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിക്കിട്ടും. ഇത് കറി പോട്ടിലാവുന്നതാണ്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് 3 വിസിലിട്ട് കഴിഞ്ഞാൽ ആയിക്കിട്ടും. അറ്റ് ലാസ്റ്റ് താളിക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 3 ചെറിയുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് മല്ലിയില കൂടെ ഇട്ട് അത് നമ്മൾ ചിക്കൻ കറിയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി. കുക്കറിലൊക്കെ ആണെങ്കിൽ 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറി എന്നൊക്കെ പറയാം. അപ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കിട്ടാനായി ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.